അന്തരിച്ച സംവിധായകൻ ഷാഫിയുടെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കായാണ് മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയാണ് സംവിധായകൻ ഷാഫിയുടെ വിയോഗമുണ്ടായത്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പൊതുദർശനം നടക്കുന്നിടത്തേക്കടക്കം എത്തിയത്. മമ്മൂട്ടി, പൃഥ്വിരാജ് അടക്കമുള്ളവർ നേരത്തെ തന്നെ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇപ്പോൾ മൃതദേഹം കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ എത്തിച്ചിരിക്കുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണോ? സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കറുകപ്പള്ളിയിലെ പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ കാണാൻ എത്തിയിരിക്കുന്ന ആളുകൾക്ക് സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി മൃതദേഹം കാണുന്നതിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ആളുകൾക്കാണ് ജസ്റ്റ് പള്ളിയിലോട്ട് കയറുന്നതിന് മുമ്പ് മൃതദേഹം അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഏതാനും ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഇനി പള്ളിക്കുള്ളിലേക്ക് മൃതദേഹം കയറ്റിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാവും. അതിനുശേഷം നേരെ ഇവിടെ ചടങ്ങുകൾ നടക്കുന്ന നടക്കുന്ന ചടങ്ങുകളിലേക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും സിനിമാ മേഖലയിലെ നിരവധി ആളുകളാണ് അഭിനേതാക്കൾ, അതോടൊപ്പം തന്നെ സംവിധായകർ, മറ്റു സാങ്കേതിക പ്രവർത്തകർ, അങ്ങനെ സിനിമയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:00 കൂടിയായിരുന്നു കലൂരിലെ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഭൗതികദേഹം എത്തിച്ചേർന്നത്. അവിടെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അവിടെ മമ്മൂട്ടി, രാജസേനൻ, സംവിധായകൻ രാജസേനൻ, സിബി മലയാൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തത്. നേരത്തെ 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് 2 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. അധികം വൈകാതെ തന്നെ മൃതദേഹം സംസ്കരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 മണിക്കൂർ നേരത്തെ മൃതദേഹം സംസ്കരിക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം മസ്ജിദിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ പള്ളിക്കുള്ളിലെ ചടങ്ങുകൾ കഴിയും. അതിനുശേഷം മൃതദേഹം ഖബറടക്കുന്നതിന് വേണ്ടിയിട്ട് യിലേക്ക് മാറ്റുകയും ചെയ്യും. അതായത് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. സിജോ, പ്രധാന സിനിമാ താരങ്ങളും സംവിധായകരുമൊക്കെ പ്രമുഖരടക്കം പൊതുദർശനം നടക്കുന്നിടത്തെത്തിയാണോ ആദരാഞ്ജലികൾ അർപ്പിച്ചത്? രാവിലെ 9:30 മുതൽ 12 മണി വരെയായിരുന്നു പൊതുദർശനം കലൂരിലെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് കൂടുതൽ ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ അടുത്ത സഹപ്രവർത്തകർ ഏതാനും ഉണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് ഇപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലെ സർവ്വ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസാനമായിരുന്നു എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 പതിറ്റാണ്ടുകളോളം നീണ്ടുന്ന സിനിമാ ജീവിതമാണ്. 18 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ചിത്രങ്ങൾ തന്നെയായിരുന്നു അത്. എന്നും ഓർമ്മയിൽ നിൽക്കുന്ന, നമ്മളെ രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന നിരവധി സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ ഉദ്ദേശമായ ഒരു വിയോഗം സംഭവിക്കുന്നത്. അങ്ങനെ സഹപ്രവർത്തകരെയും സിനിമാ മേഖല ഉൾപ്പെടെയുള്ള എല്ലാവരെയും വേദന ആഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇവിടെ വാങ്ങുന്നതിനുള്ള, ഇവിടെ നൽകുന്നതിനുള്ള എല്ലാ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ. നമ്മൾ ഈ സിനിമ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയപ്പെടേണ്ട സിനിമ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു എന്റർടൈൻമെന്റ് സിനിമ, അതാണ് അദ്ദേഹത്തിന്റെ എപ്പോൾ, അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് അദ്ദേഹം എല്ലാ സിനിമകളിലും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിരുന്നത്. നല്ലൊരു കഥയുണ്ടാക്കുക, അതിൽ നർമ്മം ചേർക്കുക, അങ്ങനെ പ്രേക്ഷകരെ ഒരു സിനിമ മുഴുവൻ മലയാളിയെ കുടുകുടി ചിരിപ്പിച്ച നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഷാഫിക്ക് കണ്ണീരോടെ വിട നൽകുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഇന്നലെ രാത്രി 11:30 അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിലും തുടർന്ന് പൊതുദർശനം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി ഷാഫിയുടെ മൃതദേഹം കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ എത്തിച്ചിരിക്കുന്നത്. മയ്യിത്ത്
സംസ്കാരം നടക്കുകയാണ്. അധികം വൈകാതെ തന്നെ സംസ്കാരമുണ്ടാകും. വിവരങ്ങളാണ് സിജോ വിജോൺ നൽകിയത്.